ശിവൻ ഇവരെവിടെ പോണു? എന്റെ അടുത്ത കളി രക്ഷപ്പെട്ടേ. വണ്ടി കയറടി. ശിവനും കയറ. വണ്ടി കൊണ്ടുവരണേ. തീർച്ചയായും മരുന്ന് വെക്കലും കെട്ടലും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മണിയമ്മ കേണൽ സാർ എഴുന്നേറ്റോ? ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചല്ലല്ലോ കിടന്നത്. അകത്ത് പോയി അന്വേഷിക്കും. മകളും കാമുകനും കൂടി എന്തോ കശപശിയായി വന്നിട്ടുണ്ട്. അമ്മ പ്രസവത്തിന്റെ ഡോക്ടർ ആണെങ്കിലേ മകള് പ്രേമത്തിന്റെ ഡോക്ടർ ആവും. മണിയമ്മയുടെ മധുര17 അല്ല ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മധുര17. അത് 1.5 വരും. മണിയമ്മക്കൊന്നും പിന്നെ 17 ഇല്ലല്ലോ, 16 ഉള്ളൂ. അസൂയപ്പെട്ടത് കാര്യമില്ല മണിയമ്മേ. എനിക്കൊരസൂയില്ല. എന്റെ മോളെ ഞാൻ നല്ല അച്ചടക്കത്തോടു കൂടി തന്നെ വളർത്തിയത്. അത് ശരിയാ. എനിക്കൊരു ലെറ്റർ തന്നേനി. 3 ദിവസമല്ല അവളെ മണിയമ്മ മുറി പൂട്ടിട്ടത്. അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ കല്യാണത്തിന് ശേഷം അവള് മതില് ചാടി എന്നൊക്കെയാ പറയണത്. ഒടുവില് കുട്ടി വേറെ ആരുടെയോന്നും പറഞ്ഞ് ആ തെണ്ടി തൂങ്ങി ചത്തു. അന്നേ ഞാൻ പറഞ്ഞതാ ഒരു DTS ടെസ്റ്റ് നടത്താൻ. അതിനു മുമ്പേ അവൻ ചത്തില്ലേ. എന്നിട്ട് മോളെവിടെ പോ? അവള് തന്തയില്ലാത്ത കുട്ടിയായിട്ട് സുഖമായിട്ട് കഴിയണു. അയ്യോ, എന്നോട് വർത്താനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ഒരുപാട് പണി കിടക്കുന്നു. മോളെ അന്വേഷിച്ചേ പറഞ്ഞേ. പിന്നെ പറഞ്ഞേക്കാം.
എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവക്കൊരെല്ലു കൂടുതലാ. റോഡിൽ കിടന്ന് തല്ലുകൊണ്ട് നാണം കെട്ടില്ലേ നീയെ? ഒരു കാര്യം ചോദിച്ചോട്ടെ ആന്റി, ഞാൻ ഇവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആന്റിക്ക് വല്ല നിർബന്ധമുണ്ടോ? എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായത്. നീ അവിടെ ഇരിക്കടാ. ഓഹോ, ഒരു ഭർത്താവിന്റെ ഗതികേടേ. രാവിലെ എഴുന്നേറ്റ മനുഷ്യനൊരു കട്ടൻ ചായ പോലും കിട്ടിയാലെന്ന് വെച്ചാ. ഇപ്പം മണി 11 ഞാൻ എപ്പ എഴുന്നേക്കണോ അപ്പാണ് എന്റെ പ്രഭാതം. രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോഴേ നല്ലൊരു കാഴ്ച കണ്ടാൽ ഒരു സുഖം ഉണ്ടാവും. അവിടെയാണ്ടേ ഒരുത്തി മുഖം മേർപ്പിച്ച് കിടക്കുന്നു, ഇവിടെയാണ്ട് ഫസ്റ്റ് എയ്ഡ്. എന്താടാ ഉണ്ടായത്? അത് പറഞ്ഞു കൊടുക്ക്. അല്ല, ഞാൻ പറയടാ. നിഷി ഡിസ്റ്റർബ് ചെയ്യാതെ. ശിവനെ ഞാൻ ക്ലാസ് റൂമിലും ലാബിലും ഒക്കെ നോക്കി. ഇവിടെ വന്നിരിക്കുവായിരുന്നു. ഞാൻ ബുക്ക് വായിച്ചോട്ടോ. ഞാൻ പോട്ടെ. ബൈ. നിഷി അതോട് വെക്കാനാ പറഞ്ഞേ. നിന്റെ സ്വന്തം കൂട്ടുകാർ ഒരു പുസ്തകം തന്നാ അതിൽ എന്തെങ്കിലും ഒരു കുട്ടൻസ് ഉണ്ടാവും. എടി അതിലൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞ, പഠിക്കോളൂ. കേറല്ലേ? ഓ, ഇത്രയുള്ള സംഭവം. സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷെ അവള് കേണൽ സാറിന്റെ മോളാണല്ലോ. ഒരു യുദ്ധത്തിന് തയ്യാറെടുത്താ വന്നിരിക്കുന്നത്. അതിന് നിന്നെ പറഞ്ഞാൽ മതി. ഇവർക്ക് ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം കൊടുത്ത് കയറൂരി വിടരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ആന്റി നിഷിയോട് അങ്കിളുടെ ചൂടൊന്ന് തണുപ്പിക്കാൻ പറ. എടാ മോനെ ശിവ, ഒന്നിങ്ങ് വന്നടാ. മോളെ ഐസ് എറി വേഗം വേട്. മക്കളുടെ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയല്ലാതെ വേറെ ആരാ ഉണ്ടാകുക? മോനെ ശിവ, ശരിക്കും എന്താടാ ഉണ്ടായ? എടി എന്താ ഉണ്ടായ ഒന്ന് പറ. മമ്മിക്ക് ഒരാൾ ലവ് ലെറ്റർ കൊടുത്താ പപ്പ സഹിക്കോ? പണ്ടായിരുന്നെങ്കിൽ സഹിക്കില്ല. ഇപ്പോ നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി പപ്പയ്ക്ക് ഒരൊറ്റ ആഗ്രഹമേ ബാക്കിയുള്ളൂ. ഇവളെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് എനിക്കൊന്ന് ഫ്രീ ആകും. എടി അതിന് ഞാൻ തമാശ പറഞ്ഞല്ലേ. പപ്പ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഗായക നീ മീട്ടുമെൻ. അല്ല, ഇതൊരു കവിതയല്ലേ? പ്രേമലേഖനം കവിതാ രൂപത്തിൽ എഴുതാലോ. കവിതയാണോ പ്രേമലേഖനമാണോ തർക്കം? ഞാൻ തീർത്തു തരാം. അയ്യോ, സാർ എത്തിയായിരുന്നു. ഇരിക്കടാ. ഇതിൽ കവയത്രി ഉദ്ദേശിച്ച ശിവൻ ഗായകനാണോ? അതെ, ഈ നീനി ശിവന് പണ്ട് കുറെ യുഗ്മഗാനം പാടിയിട്ടുള്ളതാ. അപ്പോൾ വൃത്തമൊത്തു. ഗായക നീ മീട്ടുമെൻ ഗാത്രവീണയിൽ പൂത്തിടും. സാറിന് നാനാർത്ഥം മനസ്സിലായോ? നാനാർത്ഥം മനസ്സിലായി, പക്ഷേ ഈ ഗാത്രവീണ പിടികിട്ടിയില്ല സാറേ. ഗാത്രം എന്നാൽ ശരീരം, ഗാത്രവീണ എന്നാൽ ശരീരമാകുന്ന വീണ. അവൾ ശരീരമാകുന്ന വീണയിൽ അവന്റെ വിരലുകൾ മീട്ടിയപ്പോൾ ഗാത്രം പൂത്തു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ കൈകൾ കൊണ്ട് അവൾ എക്കിൽ കൂട്ടിയപ്പോൾ അവൾക്ക് രോമാഞ്ചം ഉണ്ടായി. ഇത് പ്രേമലേഖനൊന്നുമല്ല, അതിനേക്കാൾ കടുപ്പമെന്തോ സാധനോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ പപ്പ ഇതൊരു ലവ് ലെറ്റർ ആണെന്ന്. എടി മണ്ടി, ഈ വിവരദോഷി പറയണ കേട്ട് നീ അത് വിശ്വസിച്ചല്ലോ. അല്ല, ഇരിക്കണം. കുറച്ചേരം കൂടി ഇരിക്കണം സാറേ. ഓ, നിന്നെ പോലെ ഒരു മണ്ടി. അതാ ഞാൻ മണ്ടിയാ. എനിക്ക് നിങ്ങൾ ആരും ഇഷ്ടമല്ല. പപ്പയും മമ്മിയും ശിവനെ ആരും ഇഷ്ടമല്ല. ചെല്ലടാ, ചെന്ന് സമാധാനിപ്പിക്കേ. ഈ ഡോക്ടറും ഇങ്ങനെയായിരുന്നു. അവസാനം ഞാൻ കീഴടങ്ങും. അല്ലടി? ചെല്ലടാ അങ്ങോട്ട്. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാർ അവസാനമായിട്ട് കീഴടങ്ങി എന്നായിരുന്നു? ഹായ് അങ്കിൾ. ഹായ്. എന്ന് കണ്ടായിരുന്നില്ലേ? ക്ലാസ് ഒന്നും ഇല്ലേ നിനക്ക്? അവക്ക് എവിടെയാ ക്ലാസ്സിൽ കയറാൻ നേരം? ആണോടി? അങ്കിൾ ഭയങ്കര തിരക്കിലല്ലേ? വീട്ടിലേക്കൊന്നും കാണുന്നില്ല. എനിക്ക് എന്ത് തിരക്കാ മോളെ? ഡോക്ടർമാർക്കല്ലേ ഇപ്പൊ തിരക്ക്. അതെ അതെ. ആ ശരി, പോട്ടെ മോളെ. SP കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. ബൈ. ഓക്കെ അങ്കിൾ. പോവാം. എന്താടി ഇന്നലെ റോഡിൽ ബഹളം? ആന്റി എന്ന് പപ്പ അന്വേഷിച്ചിരുന്നു. ആരന്വേഷിച്ചു? പപ്പയല്ല, മമ്മി അന്വേഷിച്ചത്. അതിന് മമ്മി ഞാൻ ഇന്ന് രാവിലെ കണ്ടതാണല്ലോ. നാണല്ലോ നിനക്ക്? വെറുതെ ആ പാവത്തിന്. ഗുഡ് മോർണിംഗ് മാഡം.
ഗുഡ് മോർണിംഗ്. ഹായ് ശിവ. ഹായ്. ഇന്നലെ എന്താ ഉണ്ടായേ? നിഷിത വീണോന്നോ? ശിവന് ആളുകള് എന്താ പറ്റിയേ? ഏയ് ഒന്നും പറ്റിയില്ല, ഒന്നും വീണതാ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാനൊരു കവിത വെച്ചായിരുന്നു, വായിച്ചോ? ഒരു പൊട്ട കവിത, വെറുതെ ഇരുന്നപ്പോ ഒരു തമാശക്ക്. എങ്ങനെയുണ്ട്? അസലായിരുന്നു. അതെ, ഇനി ഇതേപോലുള്ള കവിതകൾ വെക്കുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വെക്കണം കേട്ടോ. അതാ എന്റെ ആരോഗ്യത്തിന് നല്ലത്. കൊറേ ദിവസമായല്ലോ മോളെ ശിവനെയും കണ്ടിട്ട്. ശിവൻ ഭയങ്കര പഠിപ്പിസ്റ്റല്ലേ, ഒന്ന് കത്തി വെക്കാൻ പോലും സമയമില്ല. റാങ്ക് മേടിക്കാനുള്ള കളിയാ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? എനിക്കിനി ഒരു കൊല്ലവും കൂടിയില്ലേ. അല്ലെങ്കിൽ ശിവനെ പോലെ കുത്തിയിരുന്ന് പഠിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പാസ്സാവണം, അത് മതി. അയ്യോ, ശരിക്ക് പഠിക്കാതെ എന്നെ പോലുള്ള പാവങ്ങളെ ചികിത്സിച്ച് കൊല്ലരുതേ. അമ്മൂമ്മയാണോ പാവം? മകൻ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, മരുമോൾക്ക് എറണാകുളത്ത് ബിസിനസ്. അമ്മൂമ്മയ്ക്ക് ഇവിടെ സർക്കാർ ആശുപത്രിയിൽ സുഭിക്ഷമായിട്ട് 3 നേരവും ഗുളികയും വിഴുങ്ങിയുള്ള ജീവിതം. പ്രൈവറ്റ് ആശുപത്രിയിൽ നല്ല ചികിത്സ കിട്ടില്ല എന്നും പറഞ്ഞ അവരെന്നെ ഇവിടെ കൊണ്ടിട്ടത്. ഇവിടെ ചികിത്സയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മകൻ അടുത്തെങ്ങാനും വരുന്നുണ്ടോ? ആർക്കറിയാം കുട്ടിയെ. അവന്റെ ഭാര്യ എറണാകുളത്തുനിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറയാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ഞാൻ പറഞ്ഞു വെറുതെ പെട്രോൾ കാശൊന്നും കളയണ്ടാന്ന്. അത് കേട്ടപ്പോ സന്തോഷായിട്ടുണ്ടാവും. ആഹാ, നിനക്കിന്ന് ക്ലാസ് ഒന്നുമില്ലേ? ഇത് ഫൈനൽ ഇയറുകാരുടെ കേസ് സ്റ്റഡിയാ. അവൾ അവിടെ നിന്നോട്ടെ ഡോക്ടറെ. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നും മന്ത്രവും ഒന്നും ഇനി ഫലിക്കുമെന്ന് തോന്നുന്നില്ല ഡോക്ടറെ. മനസ്സിന് സുഖം വേണ്ടേ? അമ്മൂമ്മ ഈ പറഞ്ഞത് മെഡിക്കൽ സയൻസിലെ വലിയൊരു തിയറിയാ. മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും. അമ്മൂമ്മയൊന്ന് കാണാലോന്ന് വെച്ച് കയറിയതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? നോർമലാണ് മാഡം. ഗുഡ്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ. മുത്തശ്ശി, അവളെയും നിന്നെയും കൂടി ഒരുമിച്ചൊന്ന് കാണാൻ കിട്ടുന്നില്ലല്ലോ മോനെ. നീ റാങ്ക് മേടിക്കാൻ ഓടി നടക്കുകയാണെന്നാ നിഷിമോള് പറഞ്ഞത്. പഠിക്കാൻ ഒരുപാടുണ്ട് മുത്തശ്ശി, അതുകൊണ്ടല്ലേ. മരുന്നുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല കുട്ടിയെ. നിങ്ങൾ വരുമ്പോഴാ അമ്മൂമ്മയ്ക്ക് ഇത്തിരി ആശ്വാസം. എന്നാ പിന്നെ ഇവിടെ ഈ മരുന്നിന് ചെലവാക്കുന്ന കാശ് ഞങ്ങൾക്ക് 2 കൂടെ തന്നാ പോരെ? പോടാ അവിടുന്ന്. അപ്പോഴേ ഞാൻ വരട്ടെ എന്റെ ചുഞ്ചിരിക്കുട്ടി. ടാറ്റാ. സെവൻ ബിയിലെ പേഷ്യന്റെ ലാബ് റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല മാഡം. ഇപ്പൊ എങ്ങനെയുണ്ട്? കുമാരേട്ടാ, മക്കൾ വന്നില്ല കുമാരേട്ടാ? ഇല്ല. ഡോക്ടർ എഴുതുന്ന മരുന്നൊക്കെ വാങ്ങിച്ചോ? ഇല്ല. വാങ്ങിക്കണ്ട കേട്ടോ. ദാ ഒരാഴ്ചത്തേക്കുള്ള മരുന്നുണ്ട്. അപ്പോ കഴിക്കണേ. The thyroid is an endocrine gland situated in the lower part of the front and sides of the neck. Yes? What do you want? സോറി മാം, ഇന്നത്തെ ബർത്ത്ഡേയാ. Many happy returns of the day. താങ്ക് യു മാം. മാം, ശിവരാജിനെ ഒന്ന് വിളിക്കൂ. Shivraj, you're wanted. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. വാ. എന്താ? എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല. നിഷയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റോ? എന്നിട്ട് അവളവിടെ? വാ. Come on. എങ്ങനെയുണ്ടേ? ഇപ്പൊ മനസ്സിലായില്ലേ ഈ ജാനറ്റ് റോസ് ആരാണെന്ന്? ഇവക്ക് എന്താ പറ്റി? ആക്സിഡന്റോ? അവള് പറഞ്ഞത് സത്യ. ഒരു ബോണ്ട എന്റെ തൊണ്ടയിൽ കുടുങ്ങി. മിണ്ടാനും പറ്റുന്നില്ല, വിഴുങ്ങാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ ജാനറ്റിനോട് പറഞ്ഞു ശിവനെ വിളിക്കാൻ. ഓഹോ, അല്ല ഈ മിണ്ടാൻ പറ്റാത്ത നീ എങ്ങനെ ശിവനെ വിളിക്കാൻ പറഞ്ഞേ? ക്ലീൻ ബൗൾ, അതും ചീറ്റി. ഞാൻ പോവാ. രഞ്ജിനി മാഡത്തിന്റെ ക്ലാസ് മിസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഏ ശിവ,
രണ്ട് ബോണ്ട നീ ഒരുമിച്ച് വിഴിയിക്കും. നിന്റെ സൂക്കേട് താനെ മാറിക്കോളും കേട്ടാ. ശിവനെ നോക്കി നടക്കായിരുന്നു ഞാൻ. അപ്പഴേ ക്യാൻറ്റീനിലുണ്ടെന്ന് ദിവ്യ പറഞ്ഞേ. തന്നെ ഞാനൊരു കവിത തന്നോട്ടെ? അല്ല, അതിപ്പോ ഇപ്പൊ തന്നെ വേണോ? സൗകര്യമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പോരെ? ശിവനല്ലേ പറഞ്ഞത് ഇനി കവിത തരുമ്പോ പറഞ്ഞിട്ട് തരണോന്ന്? ഇവനിതൊന്നും വായിച്ചാ മനസ്സിലാവില്ല. ഞങ്ങളുടെ സുന്ദരൻ ചേട്ടൻ വായിച്ചിട്ട് മറുപടി എന്നാ പോരെ? പോരെ ശിവ? ഇപ്പൊ മോളിച്ചല്ലേ ശിവ? നിന്റെ ആന്റി പോലൊരു പാവത്തിന് ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് ഞാനൊരു ചോക്ലേറ്റ് കൊടുത്തു. ശിവനെ ചാടിക്കാൻ വേണ്ടി പോയപ്പോ ഇന്നും കൊടുത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോ മെനി മെനി ഹാപ്പി റിട്ടേൺസ്. അതിനെ ഒന്ന് വേഗമാ. സെലക്ഷൻ ഉണ്ടാവോ നോക്കാം. എന്റെ വക നിനക്കൊരു ഷർട്ട് എന്താ? ഇപ്പൊ വേണ്ട. എന്റെ ഷർട്ടല്ല നിന്റെ വകയല്ലേ. വീട്ടിലെ അമ്മ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴും നിന്റെ ഷർട്ട് ഇട്ടുണ്ടെന്നാലേ അവര് വിചാരിക്കും ഞാൻ ഒരു ദരിദ്രവാസിയാണ്. അതല്ലാതെ തന്നെ അവർക്ക് അറിയാലോ. സ്വന്തം മോനല്ലേ. അതെ, നിങ്ങൾ ഇതെല്ലാം പാക്ക് ചെയ്തോട്ടോ. അയ്യോ, നമ്മുടെ ബൈക്ക് അവിടെ. നമ്മുടെ ബൈക്ക് അവിടെ പോയി. അവിടെ ആയിരുന്നല്ലോ. നമ്മുടെ ബൈക്ക്. എടാ വിവേക്, നീ ഇവിടെ? നിഷി, ഇത് വിവേക്, ഞങ്ങളുടെ പഴയ ഫൈമൻ കമ്പനിയിലെ. നമസ്കാരം പെങ്ങളെ. അല്ല, വണ്ടിയുടെ താക്കോല് ശിവന്റെ കയ്യിലല്ലേ? അതെ, പക്ഷെ ബൈക്ക് ഞങ്ങളുടെ കയ്യില. അതെങ്ങനെ? അതാണ് ഫൈമൻ കമ്പനി. അല്ല, ഇതാരാടാ? ഓ സോറി, ഇതെന്റെ ഫ്രണ്ട് അനിൽ. ഹായ്. ഇതാണ് ഞങ്ങളുടെ ഫൈമൻ കമ്പനിയിലെ 5ാമൻ. ഓ ശിവൻ. ഹലോ ഹലോ. ഇത് അറിയാം, നിശ്ചിത. എടാ ഞാൻ വിട്ടോട്ടെ. ഓക്കെ ബൈ. അപ്പൊ എല്ലാം ഓക്കെ. പെങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ഫൈമൻ കമ്പനിയിൽ വന്നല്ലേ, ഞങ്ങളുടെ വക ഒരു ചിന്ന ട്രീറ്റ്. ഓക്കേ ഓക്കെ. മെനു കാർഡ് വായിച്ച് കരയാൻ ഒന്നും സമയമില്ല. 3 പേര് കൂടി വരാനുണ്ട്. 3 ഫുൾ ചില്ലി ചിക്കൻ, 16 ചപ്പാത്തി, 6 ഡബിൾ ഓംലെറ്റ്, പിന്നെ ഡെസേർട്ട് ആയിട്ട് 7 സ്ട്രോബെറി ഐസ്ക്രീം. ആ പിന്നെ ഈ പാവ മനുഷ്യന് ഒരു നെയ് റോസ്റ്റും ഒരു കാപ്പി. എനിക്ക് നെയ് റോസ്റ്റ് വേണ്ട. ചേട്ടാ പഴംപൊരി ഉണ്ടോ? എന്നാലേ എനിക്ക് പഴംപൊരി മതി. അല്ല, ഫൈമൻ കമ്പനിയുടെ ബാക്കി കഷ്ടങ്ങൾ ഇവിടെ. കയറിക്കൊള്ളൂ. എന്താ ഇയാള് പോകുന്നില്ലേ? ഒരു കിതപ്പ്, ലേശം വിശ്രമിച്ചിട്ട് പോകാം. നോണമില്ലാത്ത എന്താ അവര് പറഞ്ഞു? ഒന്നുമില്ല. അവരിവിടുത്തെ വനിതാ സയ്യ ആള് മഹാ പെശക. നിറച്ച് കിട്ടിയ ഒന്നുമില്ല, ഒരു പാവ സ്ത്രീ. അവർക്ക് ഇത് ശരീരം ഉണ്ടായിപ്പോ തെറ്റാണോ? ഹായ് സുൽത്താൻ. നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ. ഇവനിപ്പം ഷുഗറിന്റെ അസുഖം കൂടുതലാണല്ലോ. സോറി സിസ്റ്റർ, ഐ ആം സുജിത് കുമാർ. എന്റെ പേര് സണ്ണി കുര്യൻ. ഐ ആം നൗഫൽ. ഹായ്. സുൽത്താനോ? അങ്ങനെ ഒരു പേരുണ്ടോ? ഞങ്ങൾ ഒന്നിച്ച് +2 പഠിക്കണ കാലത്ത് ഇവനായിരുന്നു അവിടുത്തെ പ്രണയകുമാരൻ. ഗൾഫുകാരൻ കുഞ്ഞാപ്പൂന്റെ മകൾ റംല ബീഗം ചോക്ലേറ്റുമായി ഇവന്റെ പുറകെ നടക്കാൻ തുടങ്ങിയപ്പോഴാ ശിവന് ഞങ്ങൾ സുൽത്താൻ എന്ന് പേരിട്ടത്. ഇവനും റംലയും നല്ല മാച്ചായിരുന്നു. +1 പഠിക്കുമ്പോ തന്നെ അവക്കൊരു അമ്മുമ്മയുടെ സെറ്റപ്പായിരുന്നു. എന്താണ് ഇത്? കാര്യം എന്തു പറ്റി? ഏത് റെസ്റ്റോറന്റിൽ പോയാലും